سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ووصينا الإنسان بوالديه حملته أمه وهنا على وهن وفصاله في عامين أن اشكر لي ولوالديك إلي المصير. ബഹുമാന്യ സഹോദരന്മാരെ, സഹോദരികളെ, പടച്ച തമ്പുരാനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടും അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ചും സൂക്ഷിച്ചും തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കണം, പരിശ്രമിക്കണം എന്ന കാര്യം ഒന്നാമതായി എന്നോടെന്നതുപോലെ നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തഖീങ്ങളായി മുഅ്മിനീങ്ങളായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള സൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊക്കെയും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തില് വിവാഹം, കുടുംബം, ജീവിതം, ഒരു ഇസ്ലാമിക കുടുംബം, സംതൃപ്തിയും സമാധാനവുമുള്ള കുടുംബം എന്നൊക്കെയുള്ള നമ്മുടെ ചർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട പരിഗണിക്കേണ്ടുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് ഇന്ന് സൂചിപ്പിക്കുന്നത്. അത് നമ്മുടെ വീട്ടിൽ പ്രായം ചെന്ന അവസ്ഥയിൽ ഉള്ള ആളുകളും നമ്മുടെ മാതാപിതാക്കളുമാണ്. മാതാപിതാക്കൾ അവർ പ്രത്യേകിച്ചും പ്രായമുള്ള അവസ്ഥയിലാണെങ്കിൽ വിശേഷിച്ചു അവരുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധയും നല്ല പരിഗണനയും ഓരോ വീട്ടിലും ഉണ്ടാവും. പ്രായം ചെന്ന വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്ന ആളുകൾ ജീവിക്കുന്ന ഒരു വീട്, ആ വീട്ടിൽ അവർ വളരെ സംതൃപ്തിയോടെയും സമാധാനത്തോടെയും കഴിഞ്ഞുകൂടുന്ന സാഹചര്യം ഉണ്ടാകും. മിക്കവാറും അത് നമ്മുടെ മാതാപിതാക്കളാണ്, അധികവും ഒറ്റപ്പെട്ട ചില നമ്മുടെ ബന്ധുക്കളോ മറ്റോ. അപ്പൊ മാതാപിതാക്കളുടെ കാര്യം എന്ന് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. ഒരു മനുഷ്യന് ഈ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ആരോടാണ്? അവരുടെ മാതാപിതാക്കളോടാണ്. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാന. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അതിലൊന്നോ ഒരാളെയും പങ്കു ചേർക്കാതിരിക്കുക, മാതാപിതാക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കുക, അവർക്ക് നന്മ ചെയ്യുക. ഇങ്ങനെയാണ് ഖുർആന്റെ ശൈലി. പടച്ചവനോടുള്ള കടപ്പാട് കഴിഞ്ഞാൽ ഭൂമിയിൽ നമുക്ക് മനുഷ്യരോട് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് നമ്മുടെ മാതാപിതാക്കളോടാകുന്നു. ഖളാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. ഇത് ഖുർആനിൽ ഇങ്ങനെ പല രൂപത്തിൽ പറഞ്ഞ വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലത്തുഹു ഉമ്മുഹു വഹനൻ അലാ വഹനിൻ വഫിസാലുഹു ഫീ ആമൈൻ. മനുഷ്യനോട് അവന്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ നാം പ്രത്യേകം വസിയത്ത് കൊടുത്തിരിക്കുന്നു. അവന്റെ മാതാവ് അവന്റെ പ്രയാസത്തിന് മേൽ പ്രയാസം സഹിച്ച് ഗർഭം ചുമന്ന് പ്രസവിച്ചു, അല്ലെ?
എന്നിട്ട് പറയാം അനിഷ്കുർ ലീ വലി വാലിദൈക്ക്. അല്ലാഹു തആല പറയുന്നത് എനിക്ക് നന്ദിയുള്ളവനായി, എന്നോട് നന്ദിയുള്ളവനായിട്ട് ജീവിക്കണം. കാരണം അല്ലാഹു തആല ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച് സംരക്ഷിച്ച് നമുക്ക് നമ്മളാക്കി ജീവിപ്പിച്ച് മരിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ നാഥനും രക്ഷിതാവും. ആ നിലക്ക് നമുക്ക് നന്ദിയും കടപ്പാട് അള്ളാഹുവിനോട്. കൂടെ പറയുന്നു വലി വാലിദൈക്ക്, നിന്റെ മാതാപിതാക്കളോടും നിനക്ക് നന്ദി ഉണ്ടാവണമെന്ന്. കാരണം ഒരു മനുഷ്യന്റെ ജനനത്തിൽ, ജീവിതത്തിൽ, അവന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചത് അല്ലെങ്കിൽ അവനാക്കിയത് സ്വന്തം ജീവിതം, സ്വന്തം താല്പര്യങ്ങൾ, സ്വന്തം ആഗ്രഹങ്ങൾ, സ്വന്തം ചോരയും നീരും ഒക്കെ കൊടുത്തിട്ട് മക്കളാക്കി മാറ്റിയത്, അവരെ യോഗ്യന്മാരാക്കി മാറ്റിയത്, അവരെ വളർത്തുന്നത് മാതാവും പിതാവുമാണ്. ഇതിപ്പോ പ്രസംഗിച്ച് ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമല്ല, എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്. ഒരു കുഞ്ഞ് എങ്ങനെയാണ് വളർന്നു വലുതായി വരുന്നത്, അതിനുവേണ്ടി മാതാപിതാക്കൾ അനുഭവിക്കുന്ന ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും എത്രയാണ്. അപ്പൊ അത് വിവരിക്കേണ്ടാത്ത വിധം നമുക്ക് വ്യക്തമാണ്. അതുകൊണ്ട് അനിഷ്കുർലി വലി വാലിദൈക, എന്നോട് നന്ദിയുള്ളവനായിരിക്കണം, നിന്റെ മാതാപിതാക്കളോടും നന്ദിയുള്ളവനായിരിക്കണം എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, നബി അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ്? ഖാല സ്വലാത്തു അലാ വഖ്തിഹാ, നമസ്കാരം അതിന്റെ ആദ്യ സമയത്ത് നിർവഹിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട അമൽ. ഖാല സുമ്മ അയ്യുൻ, പിന്നെ ചോദിച്ചു അദ്ദേഹം സുമ്മ അയ്യുൻ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അള്ളാന്റെ റസൂല് പറഞ്ഞു ബിറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. ബിർ. സുമ്മ അയ്യു എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അൽ ജിഹാദ് ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമര പോരാട്ടങ്ങൾ നടത്തും. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞതിൽ നമസ്കാരം കഴിഞ്ഞ് ഏറ്റവും പ്രാധാന്യപൂർവ്വം പറഞ്ഞത് പടച്ചവനോടുള്ള കടപ്പാടാണ്. ഒരു മനുഷ്യന് പടച്ചവനോടുള്ള കടപ്പാടിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവനെ ദിനേന ഓർത്ത് അവന്റെ മുമ്പിൽ വണങ്ങി വഴങ്ങി അവനെ നമിച്ച്, അല്ലെ, അതാണ് നമസ്കാരം എന്ന് പറഞ്ഞാൽ. അവന്റെ മുമ്പിൽ കുനിഞ്ഞ് കുമ്പിട്ട് പ്രാർത്ഥിക്കുക, അതാണ് നമസ്കാരം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യരോടുള്ള കടമകളിൽ അതോടെയാണ് വരുന്നത് ബിറുൽ വാലിദൈൻ, നിന്റെ മാതാപിതാക്കളോടുള്ള കടമ. അപ്പൊ ഇതൊന്നും നമുക്ക് അറിയാത്ത ഒരു പുതിയ കാര്യം, ഒരു അറിവായിട്ട് ഞാൻ പറയുന്നതല്ല, ഇത് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഇത്രയും പ്രാധാന്യം നമ്മുടെ ദീനിൽ ഇതിനുണ്ട്. പിന്നെ ഇനി മാനുഷികമായിട്ട് നോക്കിയാലും, ഇതൊന്നുമില്ലാതെ നോക്കിയാലും മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളുടെ, പ്രയാസങ്ങളുടെ കാര്യം എല്ലാവർക്കും ബോധ്യം. അപ്പൊ അതിനോടുള്ള ഒരു നന്ദിയും കടപ്പാടും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? അവർക്ക് വിഷമുള്ള ഒരു കാര്യം കൊടുക്കുക. അത് കൂടുതലൊന്നും പറയണ്ട, ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. അതായത് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ കുറിച്ച് തൃപ്തരാണോ? നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ കുറിച്ച് തൃപ്തരാണോ? അവർ തൃപ്തിപ്പെട്ടിട്ട് മരിച്ചുപോയവരാണെങ്കിൽ അവർ നമ്മളെക്കുറിച്ച് സംതൃപ്തിയോടെയാണോ മരിച്ചുപോയത്? ഈ ഒരു ചോദ്യം. അതല്ല ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവർ നമ്മളെക്കുറിച്ചുള്ള തൃപ്തിയിലാണോ? അതല്ല വീടിന്റെ മൂലകളില് ഏകാന്തതയിൽ അവരുടെ കണ്ണുനീർ തുള്ളികൾ വീഴുന്നുണ്ടോ? അവരുടെ ഗദ്ഗതം, അവരുടെ തേങ്ങിക്കരച്ചിൽ, അവരുടെ ചുടുനിശ്വാസം വീടകങ്ങളിൽ ഉയരുന്നുണ്ടോ, ഉണ്ടാകുന്നുണ്ടോ? അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് വലിയ അപകടം. അങ്ങനെയുണ്ടെങ്കിൽ അത് വലിയ അപകടമാണ്. രണ്ട് ലോകത്തും ഖൈറില്ല. ദുനിയാവിലും രക്ഷപ്പെടൂല, പരലോകത്തും ഒരു മനുഷ്യൻ രക്ഷപ്പെടില്ല. അതുകൊണ്ട് എന്ത് വേണം? വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാൻ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമ. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ, അവർ രണ്ടുപേരുമോ അതിൽ ഒരാളോ പ്രായം ചെന്ന അവസ്ഥയിൽ നിന്റെ അടുത്തുണ്ടെങ്കിൽ, അങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ അവര് നല്ല ആരോഗ്യവും ഇതും കാര്യമൊക്കെ ഉള്ള കാലത്ത് അവരവരുടെ കാര്യം തന്നെ നടത്തുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, മറ്റുള്ളവർക്ക് മക്കളെ സംബന്ധിച്ചിടത്തോളം അതിൽ മക്കൾ പരിഗണിച്ചില്ല, നോക്കിയില്ല എന്നുള്ള സംഗതി അത്ര ഉണ്ടാവില്ല. അതുണ്ട്, പക്ഷെ അത്ര ഉണ്ടാവില്ല. പക്ഷെ ഒരു പ്രായം ചെന്ന അവസ്ഥ, തളർന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ട്.
ശാരീരികമായി തളരുന്നു, ഒരുപക്ഷെ സാമ്പത്തികമായി തളരുന്നു. അങ്ങനെയുണ്ട്. സാമ്പത്തികമായിട്ട് കുറേ വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത പക്ഷെ അവസാനം തളർന്നുപോയി. ഇപ്പൊ സ്വന്തമായ ഒരു മാർഗ വരുമാനമില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ്. ഉമ്മയാണെങ്കിലും ആപ്പയാണെങ്കിലും ശാരീരികമായും മാനസികമായും തളർന്നിരിക്കുകയാണ്, ആരോഗ്യപരമായി തളർന്നിരിക്കുകയാണ്, സാമ്പത്തികമായി തളർന്നിരിക്കുകയാണ്. ഇങ്ങനൊരു അവസ്ഥയിൽ അവർ നിന്റെ അടുത്തുണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം. ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, ഒരു വേദനിക്കുന്ന വെറുപ്പിന്റെ വാക്ക് പോലും നീ അവരോട് പറയരുത്. ഉഫ്ഫിൻ എന്ന് പറഞ്ഞാൽ അതാണ്, ഒരു ശബ്ദം, അത് സഹിക്കാൻ കഴിയില്ല. മാതാവിനും പിതാവിനും അവരുടെ മുഖത്ത് നോക്കിയിട്ട് മക്കള് വെറുതെ ഒന്ന് തുറിച്ചു നോക്കിയാൽ സഹിക്കാൻ കഴിയില്ല. ഒരു ശബ്ദം, വെറുപ്പിന്റെ, അനിഷ്ടത്തിന്റെ ഒരു ശബ്ദം, ഒരു എന്താ പറയുക, ബോഡി ലാംഗ്വേജ് ഉണ്ടായാൽ പോലും അത് സഹിക്കാൻ കഴിയില്ല. ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, അതുകൊണ്ട് എന്ന വാക്ക് പോലും പറയും. വലാ തൻഹർഹുമാ, വെറുപ്പും പ്രയാസം ഉണ്ടാക്കുന്ന ഒന്നും അരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമ, ഏറ്റവും മാന്യമായിട്ട് സംസാരിക്കണം, ഏറ്റവും മാന്യമായിട്ട് സംസാരിക്കണം, മാന്യമായി അവരോട് സംസാരിക്കണം. വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, നിന്റെ കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് വിരിച്ചു കൊടുക്കണം. ആ കാരുണ്യത്തിന്റെ ചിറകിനടിയിൽ അവരിങ്ങനെ അവരുടെ ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ എത്തി നിൽക്കുന്ന മനുഷ്യര് അവരുടെ കാലം അവരിങ്ങനെ സ്വസ്ഥമായി സന്തോഷത്തിൽ സമാധാനത്തിൽ ഇങ്ങനെ കഴിഞ്ഞു പോകണം. എന്നിട്ട് അവർക്ക് വേണ്ടി നീ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പടച്ചോനെ, എന്റെ മാതാപിതാക്കള് എന്നെ ചെറുപ്പത്തിൽ എങ്ങനെ സംരക്ഷിച്ചു പോറ്റി വളർത്തിയോ അതുപോലെ നീ അവരെയും പരിഗണിക്കണമേ, അവരോട് കാരുണ്യം കാണിക്കണമേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്നുള്ള ആസ്വാദനം. അപ്പൊ ഇമ്മ എബിലു എന്തൊക്കെ പ്രായം ചെന്ന അവസ്ഥയിൽ അത് അല്ല. ഇപ്പൊ മാതാപിതാക്കളെ നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കാലത്ത് നമ്മൾ അവരോട് ഭയങ്കര ബഹുമാനം, അവരനുസരിക്കുന്നു, അവർക്ക് അത് വലിയൊരു കാര്യമില്ല, അതൊരു കാര്യമില്ല. ഇപ്പൊ നമ്മൾ ഒരാളെ വിളിച്ചിട്ട്, ഒരാളെ പുറത്തുനിന്ന് ഒരാളെ വിളിച്ച് ഞാൻ എന്റെ എല്ലാ ചെലവും ഞാൻ നടത്തിത്തരാം, നീ ഞാൻ പറയണ അനുസരിക്കണം, ഞാൻ ബഹുമാനിക്കണം, എന്നെ ബഹുമാനിക്കണം, അങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് ഒരാളെ വിളിച്ചിട്ട് ചെയ്താൽ പോലും അത് കൊടുക്കുക. അതല്ല, നമ്മൾ നമ്മുടെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സമയത്ത് നമ്മൾ കൊടുക്കുന്ന ബഹുമാന സ്നേഹമില്ല. അത് മാത്രമല്ല, അത് വേണം, പക്ഷെ അത് മാത്രമല്ല അവര് തളർന്നു പോകുന്ന സമയത്ത്. അപ്പൊ ഇതിനൊക്കെ വിരുദ്ധമായിട്ട് കുറെ സംഗതികൾ നടക്കുന്നുണ്ട്, ഒരുപാട് സംഗതികൾ നടക്കുന്നുണ്ട്. തേങ്ങലുകൾ ഒരുപാട് ഭാഗങ്ങളിലുണ്ട്, മനം നൊന്ത് കഴിയുന്നുണ്ട്, അവഗണന അനുഭവിക്കുന്നുണ്ട്. നേരെ ചൊവ്വ വാപ്പാക്ക് ആഗ്രഹമുണ്ട്, ഇന്നടുത്തൊന്ന് പോയിട്ട് ആ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് മാറൂല, അത് വേറെ കാര്യമാണ്. മാറണ്ട. ചിലപ്പം എല്ലാ അസുഖങ്ങളും ദുനിയാവൊന്നും മാറി ദുനിയാവിൽ കാലാകാലം ജീവിക്കൂല. എന്നാലും ബാപ്പാക്ക് ആഗ്രഹമുണ്ട്, ഇതൊക്കെ ഞാൻ മനസ്സിൽ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയാം. ബാപ്പാക്ക് ആഗ്രഹമുണ്ട്, അവിടെ ഒന്ന് പോയിട്ട് ആ ഡോക്ടറെ ഒന്ന് കണ്ട്. അപ്പൊ അതെന്താ, അവിടെ പോയാലും ഇവിടെ പോയാലൊക്കെ ഒന്ന് തന്നെ. ആര് തീരുമാനിക്കുന്നു? മകൻ തീരുമാനം. ഇത് കഴിയാത്ത കേസാണോ? കഴിയാത്ത കേസല്ല. സാമ്പത്തിക പരാധീനത പ്രശ്നമല്ല, അതുകൊണ്ട് കാര്യമില്ല. എന്നാലും ഒരു സ്വാഭാവിക ഒരു തൃപ്തിക്ക് വരുത്തത്തിന് ഇല്ല. അപ്പോ അങ്ങനെ അത്തരം ചെറിയ എന്താ പറയാ, വളരെ ഒരു അവഗണന അനുഭവിക്കുക എന്നുള്ളതാണ്. അവഗണന അനുഭവിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഇഷ്ടവും ആഗ്രഹമൊക്കെ ഒന്നും ആയിട്ട് അത് വെറുതെ സാധിച്ചു കൊടുക്കാവുന്നതായിട്ട് പോലും അതിനെ അവഗണിച്ചുകൊണ്ട് കഴിയുന്ന ഒരവസ്ഥ ഉണ്ട്. വേറെ പല പല ദുരനുഭവങ്ങളും പറയണ്ട, ഒന്നും നമ്മളിങ്ങനെ പറയണ്ടല്ലോ അല്ലേ? അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഉണ്ട്. അങ്ങനെ മാതാപിതാക്കൾക്ക് വേദന, ആ ഒരു പോയിന്റാണ് കേട്ടോ ഞാൻ ഇന്ന് പറയുന്നൊരു സംഗതി. അതാണ്, അത് മാത്രങ്ങൾ ആലോചിച്ച് അതിനപ്പുറപ്പുറമൊക്കെ കേട്ട് വിട്ടോ. അതായത് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ കുറിച്ച് തൃപ്തരാണോ? നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അവര് നമ്മളെ കുറിച്ച് തൃപ്തരാണോ? അവര് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ സംതൃപ്തിയോടെ മരിച്ചു പോയിട്ടുണ്ടോ? ഈ ഒരൊറ്റ ചോദ്യം നമ്മൾ ചോദിക്കുക. ഇതിന് എന്തെങ്കിലും കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് തിരുത്തുക എന്നതാണ്. അവർക്ക് വേണ്ടി നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി മാത്രമല്ല, മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരാൾ വന്നിട്ട് ചോദിച്ചു, നബിയെ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളോടുള്ള കടമകൾ ഞങ്ങൾക്കറിയാം അല്ലെ, മരിച്ചുപോയാൽ അവരോട് എന്തെങ്കിലും കടമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉണ്ട്, മരിച്ചുപോയാലും നിന്റെ മാതാപിതാക്കളോട് നിനക്ക് കടമുണ്ട്. എന്തൊക്കെയാണെന്നറിയോ? ഒന്ന്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മുറിയാത്ത പ്രാർത്ഥന. വലതും സ്വാലിഹുൻ യദ്ഉ ലഹു, മനുഷ്യൻ മരിച്ചാലും അവന്റെ അമല്, മുറിയാത്ത അമല്, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാ. മുറിയാത്ത പ്രാർത്ഥന അല്ലെ? എപ്പോഴൊക്കെ ഓർക്കുന്നു അപ്പാനെ, എപ്പോഴൊക്കെ ഓർക്കുന്നു ഉമ്മാനെ, അപ്പൊ പ്രാർത്ഥിക്കാം.
5 നേരത്തെ നമസ്കാരത്തിന് ശേഷവും ചിട്ടയോടെ പ്രാർത്ഥിക്കാം. മറ്റ് പ്രാർത്ഥനാ സമയങ്ങളിലൊക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ മാതാപിതാക്കളുണ്ട്. അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കലാണ് അവരോടുള്ള, മരിച്ചുപോയ നിന്റെ മാതാപിതാക്കളോടുള്ള ഒരു കടമ എന്ന് പറയും. രണ്ടാമത്തത് എന്താണെന്ന് ചോദിച്ചു, അവർക്ക് വേണ്ടി എന്തെങ്കിലും സദഖ ചെയ്യുക, ധർമ്മം കൊടുക്കുക, ദാനം കൊടുക്കുക. ഉമ്മാക്ക് വേണ്ടി വാപ്പാക്ക് വേണ്ടി ഇല്ലേ, അത് എന്താണ് ദാനം, എന്താണ് കൊടുക്കേണ്ടത്, ഏത് രൂപത്തിലാണ് കൊടുക്കേണ്ടത് അല്ലേ? ഒരാൾ ചോദിച്ചപ്പോ നബി ഞാൻ എന്താ കൊടുക്കേണ്ടത്, എന്റെ ഉമ്മാക്ക്, മരിച്ചുപോയ അമ്മക്ക് വേണ്ടി നീ നിനക്ക് കഴിയുന്നുള്ളൂ. എന്നാലും നബി പറഞ്ഞാൽ ഞാൻ അതുപോലെ ചെയ്യാം. അപ്പൊ നബി പറഞ്ഞു എന്നാൽ കുറച്ച് ആളുകൾക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കും. അവർക്ക് കുടിവെള്ളം പ്രശ്നമൊക്കെ ഉള്ള സമയമാണ് അല്ലേ. കുറച്ച് ആളുകൾക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കുക, അത് ഉമ്മാന്റെ പേരിൽ ദാനമായിരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോ ഇങ്ങനെ പാവങ്ങൾക്ക്, അഗതികൾക്ക്, അനാഥർക്ക്, ദീനീ മാർഗത്തിലും ഒക്കെ കൊടുക്കാം. ധർമ്മമോ ദാനമോ മാതാപിതാക്കളുടെ പേരിൽ മക്കൾക്ക് കൊടുക്കാം. അത് നിന്റെ കടമയാണ്. അത് നീ ചെയ്യുന്നുവെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യം. മൂന്നാമത് എന്ത് പറഞ്ഞു, അവർക്ക് എന്തെങ്കിലും വാഗ്ദാനങ്ങളോ വാക്കുകളോ ഒക്കെ ഉണ്ടെങ്കിൽ, അവരെന്തെങ്കിലും ഓഫറുകളൊക്കെ ഉണ്ടെങ്കിൽ, വസീയത്ത് ഉണ്ടെങ്കിൽ, കടങ്ങളുണ്ടെങ്കിൽ അതൊക്കെ വീട്ടണം. പറഞ്ഞിട്ടുണ്ട് ഇന്നയാൾക്ക് എന്നത് കൊടുക്കണം, എന്നതുപോലെ ചെയ്യണം എന്നൊക്കെ ഉമ്മ വാപ്പയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണം. അത് നിന്റെ കടമയാണെന്ന് പറഞ്ഞു. നാലാമത് പറഞ്ഞു, അവർക്ക് പ്രിയപ്പെട്ടവരൊക്കെ നിനക്കും പ്രിയപ്പെട്ടവരാവുക. അവർക്ക് പ്രിയപ്പെട്ടവരൊക്കെ നിനക്കും പ്രിയപ്പെട്ടവരാണ്. ഉപ്പാന്റെ സ്നേഹിതൻ, ഉപ്പാന്റെ സുഹൃത്ത്, ഉപ്പാന്റെ ബന്ധു. ആരൊക്കെ ബന്ധു? ഉപ്പാക്ക് ആരൊക്കെ ആയിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നോ അവരോടൊക്കെ ഉള്ള ഒരു ബന്ധം കാത്തു സൂക്ഷിക്കാൻ മക്കളും ശ്രദ്ധിക്കുക. നോക്കൂ, എന്താ പറഞ്ഞത്? ജീവിച്ചിരിക്കുമ്പോ മാത്രമല്ല, മരിച്ചാലും തീരാത്ത കടമകൾ നമ്മുടെ മാതാപിതാക്കളുടെ കാര്യത്തിൽ നമുക്കുണ്ട് കേട്ടോ. അത് വിസ്മരിക്കരുത്, ഒരിക്കലും അതിനെ അവഗണിക്കരുത്. കാരണം റബ്ബി ഫീ റിളൽ വാലിദൈൻ വസഖത്തി റബ്ബി ഫീ സഖ്തിൽ വാലിദൈൻ. മാതാപിതാക്കളുടെ തൃപ്തിയിലും പൊരുത്തത്തിലുമാണ് റബ്ബിന്റെ തൃപ്തിയും പൊരുത്തവും കിടക്കുന്നത്. മാതാപിതാക്കളുടെ കോപമുണ്ടോ, അവിടെ റബ്ബിന്റെ കോപമുണ്ട്. ദുനിയാവിലും നമ്മൾ ഗുണം പിടിക്കൂല, ഗതി പിടിക്കൂല, അനുഭവിച്ചേ പോകൂ. പരലോകത്തും അതായിരിക്കും സ്ഥിതി. എത്ര അനുഭവങ്ങളുണ്ടല്ലേ. ഞാൻ ഒരാളെ ചെറുപ്പത്തിൽ കുഴഞ്ഞു വയ്ക്കാം, ഒരു 30-35 വയസ്സൊക്കെ ഉള്ളൂ, കുഴഞ്ഞു വയ്ക്കാം കാല്. എങ്ങനെ എന്തായിരുന്നു പ്രശ്നം? അപ്പൊ പറഞ്ഞു, അവന് കുറച്ച് സ്വഭാവം മോശമായിരുന്നു, അവനവന്റെ ഉമ്മാനെ ചവിട്ടി. കാണുന്ന അനുഭവം, അവനെ ചവിട്ടിയപ്പോ ഭയങ്കര. പടച്ച റബ്ബ് വെറുതെ വിടൂല, ദുനിയാവിലും അനുഭവിക്കും, പരലോകത്ത് അനുഭവിക്കും. ഇങ്ങനെ 100,000 അനുഭവങ്ങളുണ്ട്. അപ്പൊ പ്രിയമുള്ളവരെ, മാതാപിതാക്കള് ഉമാ ജന്നത്തുക ഉനാറുക. പ്രായം ചെന്ന മാതാപിതാക്കളോടെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബി എന്താണ് എന്റെ മാതാപിതാക്കൾക്ക്? ഹുമാ ജന്നത്തുക ഉനാറുക. കൂടുതലൊന്നും പറയാനില്ല, അവരൊന്നുകിൽ നിന്റെ സ്വർഗമാണ്, അവര് നിന്റെ നരക. അവര് നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴിയാ. അവരെ സ്നേഹിച്ച്, അവർക്ക് സേവനം ചെയ്ത്, അവരെ ആദരിച്ച്, ബഹുമാനിച്ച്, അവരുടെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കി. അവരുടെ പ്രാർത്ഥന അവസാന നിമിഷം അവരതാ പ്രാർത്ഥിക്കാം അല്ലെ. മക്കൾക്ക് വേണ്ടി അവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എന്റെ ഉമ്മ മരിക്കുന്ന സമയത്ത് ഞാൻ വിദേശത്താ, കുറച്ചായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് വന്നും പോവൊക്കെ നിൽക്കും. അങ്ങനെ സ്ഥിരമായി വന്നു നിൽക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായില്ല. ഉമ്മക്ക് അവസാന സമയം വരുമ്പോൾ ഈ ഇങ്ങനെ ബുദ്ധിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ചിലപ്പോൾ ഒന്നും ഓർമ്മയൊന്നുണ്ടാവില്ല എന്നുള്ളത്. അപ്പൊ എന്റെ ഉമ്മയുടെ അനുജത്തി പറയും, ആമീന്ന് എന്റെ ഉമ്മയുടെ പേര്, ആമി ഇങ്ങനൊന്നും പ്രാർത്ഥിച്ചോളൂ, പടച്ചവനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, നീ അതോടൊക്കെ ഓരോന്നും പറയും. അപ്പം അമ്മ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, പടച്ചവനെ എന്റെ കുട്ടികളെ കാക്കണേ. ഞാൻ വെറുതെ പറയല്ലേ, എല്ലാ മാതാപിതാക്കൾക്കും അവരുടെ മക്കളെന്ന് പറയുന്നത് അതാണ്. അപ്പം അവസാനം ഒരു ചെറിയ ബോധം ഉണ്ടെങ്കിൽ അപ്പൊ അവിടുത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, പടച്ചവനെ എന്റെ കുട്ടികളെ കാര്യം. അങ്ങനെ നമ്മളാക്കിയ മാതാപിതാക്കൾ. അപ്പൊ അവർക്ക് ഒരു വേദന, ഒരു പ്രയാസം, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു അവഗണന ഉണ്ടാവരുത്. സദാ അവർക്ക് വേണ്ടിയുള്ള ഹിദ്മത്തിനായിട്ട് ജീവിക്കാം. അപ്പോഴാണ് നമ്മൾ ദുനിയാവിൽ രക്ഷപ്പെടും, പരലോകത്തിൽ രക്ഷപ്പെടും. പ്രാർത്ഥന എപ്പോഴും ഉണ്ടായിരിക്കുക, ജീവിച്ചിരിക്കുന്നവർക്കും ഉണ്ടായിരിക്കാം, മരിച്ചവർക്കും ഉണ്ടായിരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മാതാപിതാക്കളോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടട്ടെ. അവരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് സേവനം ചെയ്യുന്ന നല്ല മക്കളായി മാറാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. മരിച്ചുപോയവർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ അൽ-അദീം ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
അൽഹംദുലില്ലാഹ് വല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് അയ്യുഹൽ മുഅ്മിനൂന ഉസീക്കും ഇബാദല്ലാഹി വഇയ്യായ സനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ രാജ്യത്തിപ്പോൾ ഒരു വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് വിശദമായിട്ട് പോകുന്നില്ല. അറിയല്ലോ, നമ്മുടെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ജനാധിപത്യ ബോധമുള്ള, പൗരബോധമുള്ള, രാജ്യസ്നേഹമുള്ള, മനുഷ്യസ്നേഹമുള്ള ആളുകൾക്ക് കൂടി വലിയ സമരത്തിൽ ഇവിടെ രാജ്യത്തെ ഭരിച്ചു നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു കാഴ്ചപ്പാടുള്ള ആ വിഭാഗം ഇല്ലേ, അവര് ആണ് മറുപക്ഷത്തുള്ളത് നമുക്കറിയാം. പ്രധാന പ്രശ്നം വിദ്യാഭ്യാസം. പക്ഷെ അവിടെ നിൽക്കാത്ത വിധം അത് വ്യാപിക്കുകയും ഇന്ന് നമ്മുടെ രാജ്യത്ത് ബാധിച്ചിട്ടുള്ള ഏറ്റവും വലിയ മാരകമായ വിപത്ത് തൂത്തെറിഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ശരിയായ മതനിരപേക്ഷതയും ജനാധിപത്യവും മതസ്വാതന്ത്ര്യവും മനുഷ്യാവകാശമൊക്കെ വീണ്ടെടുക്കാനുള്ള ഒരു വലിയ പ്രക്ഷോഭമായിട്ടത് മാറാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ആ രൂപത്തിലേക്ക് അത് പരിവർത്തിപ്പിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ മാനസികമായ പിന്തുണ എല്ലാ അർത്ഥത്തിലും അത്തരം സംരംഭങ്ങൾക്കും ഉണ്ടാവുക, നമ്മുടെ പ്രാർത്ഥനയിലും ഉണ്ടാവുക. ഈ സമര പോരാട്ടങ്ങളൊക്കെ വിജയിച്ച് നമ്മുടെ രാജ്യവും സമൂഹവും രക്ഷപ്പെടുന്ന അവസ്ഥ ഉണ്ടാവട്ടെ എന്ന് മാത്രം അവർ ഓർമ്മപ്പെടുത്തൽ ഈ സമയത്ത് ഞാൻ നടത്തുക. രണ്ടാമത്തെ ഒരു കാര്യം, നമുക്ക് 2-3 പ്രധാനപ്പെട്ട മരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ബഹുമാന്യനായ ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാരാണ്. നമ്മുടെ തൊട്ടടുത്ത് ജാമിഅ നൂരിയയിലെ പ്രധാനപ്പെട്ട അധ്യാപകനായിരുന്നു, പ്രൊഫസറായിരുന്നു. ഇവിടുത്തെ 100 ആയിരക്കണക്കിന് മക്കൾക്ക് വിദ്യ പഠിപ്പിച്ച, ദീൻ പഠിപ്പിച്ച, അതുപോലെ തന്നെ സംസ്ഥ ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് സേവനം അനുഷ്ഠിച്ച, വളരെ വിനീതനും വളരെ സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ എല്ലാവരുമായി പങ്കിട്ട് വളരെ മാന്യമായി ജീവിച്ച, എല്ലാവരാലും ആദരിക്കപ്പെട്ട ബഹുമാന്യമായ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ബഹുമാന്യനായ ആലിക്കുട്ടി ഉസ്താദ്. അദ്ദേഹം വിട പറഞ്ഞിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ മുഹമ്മദ് അലിയാക്ക നിങ്ങൾക്ക് അറിയാം, കുളത്തൂർ മുഹമ്മദ് അലി, കണ്ണാണാത്ത മുഹമ്മദ് അലിയാക്ക നമ്മളെല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടത് അല്ലെ. നമ്മുടെ തൊട്ടടുത്ത് അദ്ദേഹം നമ്മുടെ ഈ പള്ളി, നമ്മുടെ ശാന്തപുരം പള്ളിയിലേക്ക്, മഹല്ല് പള്ളിയിലേക്ക് കണ്ണു കാണാതെ ഇതിലേക്ക് ഇങ്ങനെ നടന്ന് വടിയും കുത്തിപ്പിടിച്ച് നടന്നു പോകാറുണ്ടായിരുന്നു. പള്ളിയിലേക്ക് അവിടെ എത്തും, ആളുകളൊക്കെ ആയിട്ട് ബന്ധം. നമ്മുടെ ഇവിടെ ചുങ്കത്ത് നിസ്കാര പള്ളിയിലെ അദ്ദേഹം അവിടെ വെള്ളം കോരി നടക്കാറുണ്ടായിരുന്നു. അവിടെ ഒരു പള്ളിയിലാണ്. ഇതൊക്കെ ഞാൻ അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് എന്നോട് ആളുകൾ പറഞ്ഞു. അദ്ദേഹം നമ്മോട് ഇവിടെ പറഞ്ഞു. അല്ലാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. മറ്റൊന്ന്, നമ്മുടെ മഹല്ലില് അല്ലൂർ ആസിയാത്ത നമ്മുടെ ഗേറ്റിനപ്പുറത്ത് അവര് ഈ ആഴ്ചയിൽ നമ്മോട് ഇവിടെ പറഞ്ഞു. 3 മരണങ്ങൾ ഇപ്പൊ നമുക്കുണ്ട്. വേറെയും അതുപോലെ മരണങ്ങൾ ഉണ്ട്. നമുക്കറിയാം, മരിച്ചുപോയവരൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ എല്ലാവരുടെയും പാവങ്ങൾ പുറത്തു കൊടുക്കട്ടെ. അവർ ചെയ്ത നന്മകളൊക്കെ, ധാരാളം നന്മകൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഈ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ, അർഹമായ പ്രതിഫലം നൽകട്ടെ. നമ്മയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മളിൽ നിന്ന് രോഗം കൊണ്ട് വിഷമിക്കുന്നവർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ശിഫ നൽകട്ടെ. സാമ്പത്തിക ഞെരുക്കങ്ങൾ, കച്ചവടത്തിൽ പ്രതിസന്ധി, ജീവിത പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ചും ഗൾഫ് നാടുകളിലൊക്കെ നമ്മുടെ സഹോദരങ്ങൾ പലരും പല പ്രയാസങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വഴികൾ എളുപ്പമാക്കി തരട്ടെ, നമ്മുടെ ജീവിതമാർഗം എളുപ്പമാക്കി തരട്ടെ, നമ്മുടെ പരീക്ഷണങ്ങളിൽ അകപ്പെടുത്താതിരിക്കട്ടെ. പടച്ച റബ്ബ് ഇരു ലോകത്തും നമ്മളെ വിജയിപ്പിക്കട്ടെ. ഈ ലോകത്തും പരലോകത്തും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത് طيب ثراهم وجعل الجنة مأوانا ومأواهم اللهم أجرنا من النار اللهم أجرنا ووالدينا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم اشف أمراضنا اللهم اشف أمراضنا وأمراض مرضانا شفاء تاما لا يغادر سقما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وصلى الله على محمد وآله وصحبه وسلم والحمد لله رب العالمين.